ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പൈസി കുക്കർ അൽഫാം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. കുക്കറിലാണ് അൽഫാം ചെയ്യുന്നത്. ചിക്കൻ നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ചിക്കനിലേക്ക് മാഗ്നേഷന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമല്ലി, വറ്റൽ മുളക്, ഉപ്പ് എല്ലാം കൂടി അരച്ചെടുക്കാം. തൈര് കൂട്ടിയിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് മസാല പുരക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് എന്താക്കാം, മസാല പിടിക്കാൻ വെക്കാം. നന്നായി മസാല അതിൽ മിക്സ് ആകുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുക്കറിലേക്ക് എടുത്തു വെച്ച് അടക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കത് 2 വിസിൽ അടുപ്പിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ അനുസരിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്പൈസൊക്കെ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ 2 വിസിൽ വന്നതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് എന്താക്കാം, അത് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി ചിക്കൻ വെന്തതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഫ്രൈ ആയതിനു ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റ് കുറയുന്നൊന്നും വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് കുക്കറിലെ ബാക്കി മസാല ഒന്ന് വറ്റിച്ചെടുക്കുക. നല്ല തിക്കായി വരുന്ന രീതിയിൽ മസാല ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക്, സേവിങ് പ്ലേറ്റിലേക്ക്, നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ആ മസാല എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെക്കുക. ബാക്കി വരുന്ന മസാല ചിക്കൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ആ പാനിലേക്ക് 2-3 ബ്രെഡ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചിക്കനും ബ്രെഡും സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഈ മഴയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അൽഫാമിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് ലാമിയൊക്കെ. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അതിൻ്റെ കൂടെ നല്ല തിക്കായിട്ടുള്ള മയോണൈസും കൂട്ടി ജ്യൂസി അൽഫാം കഴിക്കാം. റൈസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബ്രെഡും അൽഫാമുമാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പി ആയിരിക്കും. തീർച്ചയായും എല്ലാവരും കണ്ടു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.